പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പ്രതികരണം പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കമൻ്റ് തന്നെ നമ്മുടെ ഉണ്ണിപ്പിണ്ടിക്ക് ഉണ്ടാക്കിയില്ലേ, ഉണ്ണിപ്പിണ്ടിയും കൊള്ളിയും കൂട്ടി ചേർത്തിട്ടുള്ള ഇല്ലേ, അതൊക്കെയാണ് വായിക്കുന്നത്. ലക്ഷ്മി രാജേഷ്, സ്നേഹം ആ ഇമോഷൻ വേറെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നല്ല സ്നേഹമുള്ള അമ്മായിയമ്മയും അമ്മായിയച്ഛനും. ഇവരുടെ കാര്യം സ്നേഹത്തോടെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു സന്തോഷം. അടുത്തത് ശിവദാസ് അമ്പലപ്പാട്ട് എന്നല്ല. എൻ്റെ അജു, സരിത, ജഗ്ഗു ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ കണ്ട് ചിരിച്ച് വണ്ണ് കപ്പി. അജുവിൻ്റെ അമ്മയുടെ വയറ്റത്ത് തണുത്ത പാൽ വെച്ച് ഓർത്തിട്ട് ചിരി അടക്കാൻ പറ്റിയില്ല. താങ്ക് യു. എൻ്റെ ടെൻഷൻ കുറേ പോയി. അടിപൊളി എപ്പിസോഡായിട്ടാ. പാവമ്മ അമ്മ പെട്ടെന്ന് ഞെട്ടി. അതാണ് അമ്മ എന്നെ കുറേ തെറി വിളി. അമ്മ ചിരിച്ചിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെയാണ് അമ്മ തെറിയാണ് പറഞ്ഞോടനെന്ന് മാത്രം. അടുത്തത് ഡാലിയ സാബു, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഇന്നത്തെ വീഡിയോ രാവിലെ കുറച്ച് കണ്ടു, പിന്നെ വൈകിട്ടാണ് ബാക്കി കണ്ടത്. അജൂസ് വേൾഡ് കാണാതെ ദിവസത്തിന് പൂർണ്ണതയില്ല എന്ന അവസ്ഥയാണ്. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും കാണാൻ നല്ല രസമാണ്. ഇവിടെ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത്. തോരനും തേങ്ങ അരച്ച കറിയും വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായി കാണുന്നു. ഇനി പിണ്ടിയും കപ്പയും ഒന്നിച്ച് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകൾ കേട്ടപ്പോൾ സന്തോഷം. അവരുടെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹം. ഉപ്പിൻ്റെ മൂടിപ്പാത്രം വയ്ക്കുന്നത് വീണ്ടും കണ്ട് ചിരിച്ചു. ബീഫും ചക്കക്കുരു എപ്പിസോഡ് കാണാൻ വെയിറ്റിംഗ്. ബീഫും ചക്കക്കുരും പൊളിഞ്ഞു. ടേസ്റ്റ് ഇല്ല. ഞങ്ങൾ വിചാരിച്ച നമുക്കറിയായിരുന്നു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പിന്നെ ആ ചക്കക്കുരു അങ്ങോട്ട് ശരിക്കും വേവാണ്ടായപ്പോൾ അതിൻ്റെ നൂറില്ലേ ചക്കക്കുരുവിൻ്റെ അതുണ്ടാവണം. അതുണ്ടെങ്കിൽ ആ ചാറിലേക്ക് അത് കലർന്നിട്ട് രസമായാണ്. അന്ന് അല്ലൻ ചേട്ടൻ വൈകുന്നേരം എപ്പോഴും ഒരു പാത്രം നിറച്ച് കൊണ്ടുവന്നേക്കണത്. എന്തൊരു ചെയ്തെന്നറിയോ, അല്ലൻ ചേട്ടൻ അതിലത്തെ ചക്കക്കുരു ഒക്കെ പറക്കി മാറ്റി. ഞായറാഴ്ച ചേട്ടാ നമ്മൾ ചെയ്തേ. എന്നിട്ട് ചക്കക്കുരൊക്കെ പറക്കി മാറ്റിയിട്ട് ബാക്കി ബീഫിൽ നാളികേരം കുത്തിട്ടു. അധികം മൂക്കാത്ത നാളികേരല്ല, അതിൻ്റെ കുത്ത് നിറയെ ഇട്ടു. എന്നിട്ട് അതിനെ വരട്ടിയെടുത്തു. ആ ചാറിനൊക്കെ വെത്തിച്ച് വരട്ടിയെടുത്തു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് വൈകുന്നേരം കൊണ്ടുവന്നേക്കണം. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ പറയാം. കുറേ ഉണ്ട്. അച്ഛൻ്റെ കുറേ നല്ല ഓർമ്മകളുണ്ട് നമുക്ക്. എൻ്റെ പേഴ്സിൽ ചേട്ടൻ്റെയും ഞങ്ങളുടെ ആരുടെയും ഫോട്ടോ അല്ല, അച്ഛൻ്റെ ഫോട്ടോ ആണ് ഇരിക്കണേ. ഇവിടുത്തെ അച്ഛൻ്റെ ഫോട്ടോയാണ് എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ ഇരിക്കണത്. അച്ഛനായിട്ട് അങ്ങനത്തെ ഒരു ആത്മബന്ധമായിരുന്നു. പിന്നെ അച്ഛൻ തിരിച്ചും അതുപോലെ ഇഷ്ടമായിരുന്നു. പിന്നെന്തിട്ട് പറയാ, കുറേ ഉണ്ട് ഓർമ്മകൾ പറയുകയാണെങ്കിൽ. അതെ, പറയാം. അടുത്തത് മുല്ല ഷബീർ, ഐസക് ന്യൂട്ടനും മൈക്കിൾ ഫാരഡേയും ഒക്കെ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയില്ലേ, ഇനി കണ്ടുപിടുത്തത്തിന് ആരുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കേരളം എന്ന ഇട്ടാവട്ടത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നും വെറും നിസ്സാരം നമ്മൾ തള്ളിക്കളഞ്ഞ കൊള്ളി, അതായത് കപ്പക്കിഴങ്ങിൽ നിന്നും വിമാനത്തിൻ്റെ എഞ്ചിൻ വരെ കണ്ടുപിടിച്ചിരിക്കുന്നു. അജു എന്ന സഹോദരൻ. മലയാളിക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ. തൻ്റെ വിയർപ്പൊഴുക്കി സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത കൊള്ളിയിൽ നിന്ന് വിമാന എഞ്ചിൻ ഉണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയ സഹോദരൻ. തനിക്കും തൻ്റെ നാടിനും വീടിനും അഭിമാനമെന്ന് സന്തോഷത്തിൻ്റെ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ചേട്ടനായ അനിലൻ വീഡിയോട്. അയ്യോ, അത് അതിന്റെ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നേ. എനിക്കൊന്നും തോന്നിയില്ല. ചേട്ടനെ ഓരോന്നിരുന്ന് പറയണേന് ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാ. അല്ല, ബാംഗ്ലൂര് നമ്മൾ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിലേക്ക് പോയിപ്പോയി. അവിടെ ഓരോ എഞ്ചിനുകളൊക്കെ കാണുമ്പോ ഇങ്ങനെയൊക്കെ ഈ കൊള്ളിനിക്ക് 14 സിലിണ്ടറിന്റെ 24 സിലിണ്ടറിന്റെ എന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ അവിടെ നിന്ന് എണ്ണി വെക്കാം. അവര് പറഞ്ഞേക്കണൊക്കെ അത്ര എണ്ണം തന്നെ ഇല്ലേ സിലിണ്ടർ എന്നൊക്കെ എണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള എഞ്ചിനുകളൊക്കെ കേട്ടാ, വിമാനത്തിന്റെ എഞ്ചിനുകളൊക്കെ കാണിക്കുന്നത്. അതില് അതിന്റെ എണ്ണം കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തട്ടെ. അടുത്തത് രവി പി കെ, വാഴക്കാമ്പ് അതീവ ശ്രേഷ്ഠമായ ഭക്ഷണ ഇനം. അത് തനിയെ കഴിക്കുമ്പോഴാണ് അതിന്റെ ഗുണം പൂർണ്ണമായും ലഭിക്കുക. അജു ലോകവിവരം ഉള്ളവനും സരിത തത്വജ്ഞാനിയുമാണ്. എൻ്റെ അമ്മേ, ജഗ്ഗു കുറച്ചുകൂടി സ്മാർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണുന്നത് ആനന്ദദായകവും വിജ്ഞാനപ്രദവുമാണ്. സന്തോഷം. ചേട്ടൻ ലോകവിവരം ഉണ്ട്, ചേട്ടൻ നന്നായിട്ട് അറിവുണ്ട്, നന്നായി വായിക്കണമൊക്കെ. കാരണം ഞാൻ തത്വജ്ഞാനിയാണെന്ന് പറയുന്നത് ശരിയാണോ? അതായത് എല്ലാം കൊണ്ടും നീ തത്വജ്ഞാനിയല്ലേ ഉദ്ദേശിച്ചത്, കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അടുത്തത് ജ്യോതി സുനിൽ, അജു, സരിത ആൻഡ് ജഗ്ഗു, ദിസ് വീഡിയോ വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് വിത്ത് യുവർ ലവ്ലി ടോക്സ്. വാസ് ഹാപ്പി ടു സീ ജഗ്ഗു എൻജോയിങ് ഹിസ് ഫുഡ്. ഏതായിരുന്നു? അവന് കഞ്ഞിയും ചമ്മന്തിയും പിന്നെ തൈരൊക്കെ അല്ലേ, അടിപൊളിയായിട്ട് കഴിച്ചോളൂ, നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചോളൂ. അടുത്തത് ഫ്രാൻസിസ് കുണ്ടുകുളം,
എൻ്റെ മകൾ ലണ്ടനിൽ വ്ളോഗ്സ് കാണുമ്പോഴൊക്കെ നൊസ്റ്റാൾജിക് ആവാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും വരും, സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നൊസ്റ്റാൾജിയ വരുന്നുണ്ടാവും അല്ലേ അവിടെ ലണ്ടനിൽ ഇരുന്നിട്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കണേ. പിന്നെ ഇനി ഈ ആഴ്ചയിൽ 3-4 ദിവസം അതിതീവ്ര മഴയാവും എന്ന് പറയുന്നുണ്ട് കാലാവസ്ഥക്കാർ. അപ്പം നമ്മളുടെ വീഡിയോ എടുക്കൽ എന്താവും അറിയില്ല. എല്ലാ ദിവസവും നമുക്ക് വീഡിയോ മുടങ്ങാണ്ട് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. വേണമെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല. ചേട്ടൻ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കണല്ലോ അല്ലേ, പുറത്തെടുത്താലാണ്. ഫുള്ള് മഴയാണ്, അപ്പൊ മഴ കാരണം ഇപ്പൊ ഈ അറിയത്തിരിക്കുന്നത് അകത്തിരുന്നെടുക്കാന്ന് വിചാരിച്ചു. മഴയുടെ ഒരു സൗണ്ടും കേൾക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു നോയ്സ് ഉണ്ടാവും കേട്ടാ. അടുത്ത് രാഗി സച്ചി, ഇന്ന് എന്താ അജുവേട്ടനെ പറ്റിയത്? എല്ലാ ദിവസവും പറ്റാറുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. കാണിക്കണത് കളയണ്ട, കളയണത് കാണിക്കണ്ട എന്നാണ് ഉദ്ദേശം. കാണിക്കണത് കളയണ്ട. ചിരി നിർത്താൻ പറ്റിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അജുവേട്ടൻ്റെ ഒരു ചിരി ഉണ്ട്, അത് കണ്ടാൽ ഒന്നുകൂടി ചിരി പൊട്ടും. അതന്നെ ചേട്ടൻ തന്നെ അത് പറഞ്ഞിരുന്നു ചിരിക്കും. അടുത്ത ജിൻസി സന്തോഷ്, സ്നാക്സിൻ്റെ കാര്യം കേട്ടപ്പോൾ ഞാനും മോനും ഇവിടെ ഇരുന്ന് ചിരിച്ചു മടുത്തു. ഇവിടെ സെയിം സരിതേ, ചുമ്മാ പറയുന്നതല്ല. എൻ്റെ ഹസ്ബൻഡ് അജു ചേട്ടൻ ട്വിൻസ് ആണ്, ബട്ട് ഡിഫറെൻ്റ് പാരൻസ് ആയിന്നേ ഉള്ളൂ. വേറെ പാരൻസിന് ജനിച്ച ട്വിൻസ് ആണെന്ന്. ഇതൊക്കെ എല്ലാ സ്ഥലത്തുള്ളതൊന്നുകൊണ്ടല്ലേ. ഈ ഇപ്പൊ ആണുങ്ങൾ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും കുറിക്കാന്ന് കിട്ടാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ ഇല്ല. അല്ല എന്തേലും അങ്ങനെയല്ലല്ലോ ഇവിടെ അല്ല ചേട്ടൻ, അവരൊന്നും അങ്ങനെയല്ല. എന്തേലും കിട്ടിയ നല്ലത് എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഓരോന്ന് തിന്നിരിക്കാനായിട്ട് രസം ഉണ്ടാവില്ലോ. തപ്പിടുക, അടുക്കളയിൽ പോയി തപ്പ, അലമാരി തപ്പ, ഫ്രിഡ്ജ് തപ്പ, അങ്ങനെ പല പല സാധനങ്ങളൊക്കെ തപ്പി എന്തെങ്കിലും എടുക്കുക. അത് കുറേ വീട്ടിലുള്ള ആണുങ്ങൾക്കുള്ള സ്വഭാവം തോന്നുന്നുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാനും. പിന്നെ നമുക്ക് കൂട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നീയല്ല ഇതിപ്പനെ പറഞ്ഞില്ലേ. ശരി ശരി. അടുത്തത് ടെസ്ല മൈ ഹീറോ, എല്ലാം കാണും കേൾക്കും പക്ഷെ ശ്രദ്ധിക്കില്ല. അജു റോക്സ്, അതന്നെ എല്ലാം കാണും എല്ലാം കേൾക്കും. ഞാനിവിടെ ഉണ്ട്, അങ്ങനെ ഞാൻ അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ ഒന്നും ശ്രദ്ധിക്കില്ല. അടുത്ത രജീഷ് ശ്രീ നായർ, സരിതയോട് അജുബായിയുടെ 2 കാര്യങ്ങൾ പറയടി എന്ന് പറയുമ്പോൾ സരിത പറയുന്നു ഞാൻ പറയില്ല. എന്നിട്ട് വേണം ചേട്ടനെ സരിത കളിയാക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. സരിത അപ്പോഴും അജുബായി പറയടി എന്ന് പറഞ്ഞതിൻ്റെ സൈക്കോളജി എന്താണ്? അജുബായിയുടെ ആവശ്യം വ്യൂസ് കൂടണം. നാട്ടുകാരെന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം, ബിസിനസ് മൈൻഡ്. കൊച്ചു കള്ള. ആ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് എനിക്ക് ഞാൻ കളിയാക്കണമെന്നുള്ള നെഗറ്റീവ് കമൻസ് എനിക്കും കിട്ടുക. ചേട്ടൻ ഒരു പച്ചപ്പാവായിട്ടിരിക്കുക. പക്ഷെ ഞാൻ പറയണത് ഞാൻ തന്നെ വീണ്ടും എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് രസമല്ല. അത് വേറെ ആൾ കേട്ടിട്ട് പറയുമ്പോഴല്ലേ രസമല്ലോ. നിങ്ങൾ കയ്യിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അത് ആസ്വദിക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ. അതല്ലേ ശരി അല്ലേ? ഞാൻ തന്നെ പറഞ്ഞു. അതായത് ഇന്നലെ ഉണ്ടായൊരു സംഭവം കേട്ടാവെന്ന് പറഞ്ഞിട്ടാണ് നീ പറയണത്. ഞാൻ പറയറി എന്ന് പറഞ്ഞു. അതുപോലെ ചേട്ടാ പറയടി, ഇങ്ങോട്ട് വാടി, അങ്ങനെയൊക്കെ പറയണത് തന്നെ ഡി എന്നല്ല റീ എന്നാ പറയാ എപ്പോഴും. അങ്ങനെയാ റീ, അങ്ങനെ അല്ലേ? ഇത് കേക്ക് റീ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാ ചേട്ടൻ. അടുത്തത് റിയ സരിത, കൈ മുറിക്കേണ്ട കേട്ടോ. അപ്പം അജു, ഇല്ല ഞാൻ തൊലി ചെത്തുന്നേ ഉള്ളൂ, എൻ്റെ മറ്റേ സാധനം തൊലി ചെത്തിയപ്പോഴല്ലേ മുറിഞ്ഞ്. അപ്പം സരിത, ചേട്ടാ ഷുഗർ ടെസ്റ്റ് ചെയ്തോളൂ. അജു, നിൻ്റെ മറ്റേത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. എൻ്റെ മറ്റേതോ സരിത കേട്ടാ. അയ്യോ ഓർത്തോർത്ത് ചിരിച്ചൊരു വകയായി. അല്ല ചേട്ടന് എപ്പോഴും ഈ മറ്റേതെന്ന് പറയല് കൂടുതലല്ലേ. അത് തൃശ്ശൂക്കാരൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്നസെന്റ്. ഞാൻ മറ്റേതെടുത്താലോ, റാംജിറാവില് മറ്റേതേ. അപ്പം മറ്റൊരു അപ്പൊ നമ്മുടെ മുകേഷും സായികുമാറും മറ്റേതാ മറ്റേത് പറഞ്ഞിട്ടൊരു മാർത്താണ്ഡവർമ്മ അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴേ ഇങ്ങനെ ബോറടിച്ചപ്പോ യുദ്ധം ചെയ്യാൻ പോയി. കള്ളന്മാർക്കുള്ള ഡ്രസ്സാണോ അതോ മറ്റേ ആൾക്കുള്ളത്? ഉർമി സ്തംഭാനുള്ള ഡ്രസ്സ്. അതെ, അത് ഭയങ്കര രസമായിട്ട് ഏതൊരു ചാനല്, ഈ ഐഡിയ സ്റ്റാർ സിംഗർ അങ്ങനത്തെ എന്തൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ കുട്ടി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മറ്റേ സാധനം കിട്ടാന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ടാഗ് പോലത്തെ നമ്പർ കൊടുത്തിട്ടില്ലേ എല്ലാവർക്കും പങ്കെടുക്കുന്നവർക്ക്, ചെസ് നമ്പർ. അപ്പൊ ഈ കുട്ടി ഈ ഓഡിഷനാണ് നടക്കുന്നത് ആദ്യം. ഓഡിഷൻ നടക്കുമ്പോൾ ഇവൻ ഈ ചെസ് നമ്പർ ഇത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ ക്രാവ് ഈ ജഡ്ജിമാരെന്തൊരായിട്ട് പറഞ്ഞു,
അപ്പോൾ ഇപ്പം പറയാം എൻ്റെ മറ്റേ സാധനം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേ സാധനം അതെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാൻറ്റിൻ്റെ ഇതിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് കൈയിടുമ്പോൾ തെറ്റി ഈ ഉള്ളിലേക്ക് കൈ പോയി. അപ്പോൾ ഇവർ ഇത് മറ്റേ സാധനം തൃശ്ശൂർകാർ. അതെ, നമ്മൾ തൃശ്ശൂർക്കാർക്ക് എന്നിട്ട് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സാധനത്തിൻ്റെ പേര് അതെല്ലാ ആളുകൾക്കും ഉണ്ടാവും. പെട്ടെന്ന് എന്തിട്ടാണ് ആ പേരങ്ങടെ കിട്ടില്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ പറയണ സാധനം മറ്റേത്, ആ മറ്റേ സാധനല്ലേ എന്തിട്ട് എൻ്റെ പേര് അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ തൃശ്ശൂർക്കാർ പറയുമ്പോൾ മറ്റേന്ന് പറയും, കേൾക്കുമ്പോൾ രസം. അടുത്തത് പുഷ്പകുമാരി ബാലൻ. രഘു നന്നായി പഠിക്കുമോ? വീഡിയോ കൂടെ എപ്പോഴും കാണാറുണ്ടല്ലോ. തനിയെ പഠിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ആവറേജ് നന്നായി പഠിക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ വടിയൊക്കെ എടുത്ത് അടിച്ച് ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിലൊക്കെ ഫുൾ മാർക്കൊക്കെ വാങ്ങി പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്ത് പഠിപ്പിക്കുന്നതിനോട് ഞങ്ങൾ രണ്ടുപേരും എതിരാണ്. അടുത്തത് മുജീബ് റഹ്മാൻ. കൊള്ളി പിടിച്ച് വലിച്ചു പൊട്ടിച്ചിട്ട് കുറ്റം ജഗ്ഗുവിന്. അത് കുറ്റം എന്നല്ല പറഞ്ഞത്. അതായത് കൊള്ളി വലിക്കുമ്പോഴേ നമ്മൾ ഒറ്റയടിക്ക് വലിക്കുമ്പോൾ പൊട്ടും. നമ്മൾ ഇങ്ങനെ ഇളക്കി വലിക്കാൻ പറയും പതുക്കെ. അന്ന് ഒരു പതുക്കെ ഇളക്കും, പിന്നെ ഇരിക്കുന്നതെല്ലാം ഇങ്ങനെ ഇളക്കി വലിക്കില്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടാണ് പോരും. അറിയില്ലല്ലോ, അവൻ്റെ അടുത്ത് വലിക്കാൻ സഹായിക്കാൻ വരാനല്ലോ പറഞ്ഞത്. അല്ല, ഇളക്കി വലിക്കാൻ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലായില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഒറ്റയടിക്കാൻ വലിച്ചു പോയി. പിന്നെ അന്നത്തെ വീഡിയോയിൽ കുറേ കമന്റ്സ് ഉണ്ട്. കപ്പയിൽ ഒരു തരം സൈനൈഡ് ഉണ്ട്, അപ്പൊ വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളയണം. അതെല്ലാവരും പറയണത് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശീലം ഇവിടെ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലും കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയും എല്ലാവരും വെറുതെ ജസ്റ്റ് എന്താ പറയാ വേവിക്കാനുള്ള വെള്ളത്തിൽ അത് വെക്കും, എന്നിട്ട് കാച്ചി കഴിക്കും. ഇവിടെ നമ്മൾ പണ്ട് ഹോട്ടലുകളിൽ നിന്ന് ദോശയും കൊള്ളിയും വാങ്ങിക്കും. അപ്പോൾ ഈ കൊള്ളി ഇങ്ങനെ ചെറിയ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതില് കാച്ചിട്ടാണ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യില്ല. ദോശയൊപ്പം കിട്ടുക. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വട്ടം ഇങ്ങനെ കൊള്ളിയുടെ വീഡിയോ ഇട്ടപ്പോഴാണ്, കപ്പയുടെ വീഡിയോ ഇങ്ങനെ ഇട്ടപ്പോഴാണ് അതിൽ ആദ്യമായിട്ട് കമന്റ് കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെ അപ്പൊ അതിന്റെ തൊലി തിന്നിട്ട് പിന്നെ അതുപോലെ കൊള്ളിയുടെ ഇല കഴിച്ചിട്ട് പശുക്കൾക്ക് കേടുവരാറുണ്ട്. അങ്ങനെ അപ്പൊ അതില് വിഷമുണ്ടെന്ന്. അല്ല, നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മള് വെള്ളം ഊറ്റി കളയാറില്ല. ഇനിയിപ്പോ അങ്ങനത്തെ വല്ല കുഴപ്പങ്ങളുണ്ടോന്ന് അറിയില്ല, അറിയില്ലല്ലോ. അല്ലാന്ന് പിന്നീട് കുഴപ്പങ്ങൾ വരുമെന്ന്. നമുക്കത് കഴിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലല്ലോ. നമ്മൾ അങ്ങനെയല്ല ഇത്രയും വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ അടുത്ത ടെസ്ല മൈ ഹീറോ. കുഞ്ഞുങ്ങളെയും പ്രായമായവരെ ഇഷ്ടപ്പെടുന്നു, കൊഞ്ചിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, നല്ല മനസ്സുള്ള വ്യക്തികളാണ്. സരിത വളരെ നല്ല വ്യക്തി. വിജി. സരിത എന്നും പാടണം എന്നില്ല, സംഗീതം അറിയാവുന്നവർക്ക് കുറച്ച് അരോചകമാണ്. മിക്ക പാട്ടിൻ്റെയും സ്വരസ്ഥാനം കറക്റ്റ് അല്ല, അതുകൊണ്ടാണ്. ശരിയായിരിക്കും, എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല, സ്വരസ്ഥാനമൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ പാട്ട് അറിയാവുന്നവർക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ടാവും. പാട്ട് അറിയാവുന്നവർ അപൂർവം പേരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരായിരിക്കും. അപ്പോൾ ആ പാട്ട് അറിയാവുന്നവർ എൻ്റെ പാട്ട് എത്തുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാം. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. വിചാരിച്ചിട്ട് ഞാൻ പാടണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറഞ്ഞാലും ഞാനിപ്പോൾ അത് പാടൽ നിർത്താനും പോണില്ല. അതിൻ്റെ അടിയിൽ 40 റിപ്ലൈസ് വന്നിട്ടുണ്ട് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. സരിത അങ്ങനെ പാട്ട് നിർത്തരുത്, എല്ലാ വീഡിയോയിലും പാടണം എന്ന് പറഞ്ഞിട്ട്. എല്ലാ വീഡിയോയിലൊന്നും പാടില്ല, ചിലതിലൊക്കെ നമുക്കൊരു മൂടല്ലേ, ഇങ്ങനെ പാട്ട് പാടാൻ തോന്നുമ്പോൾ പാടും, അത്രേ ഉള്ളൂ. അടുത്തത് സിജി രാജേഷ്. ഈ സംഗീത റിയാലിറ്റി ഷോ കാണുന്നതും വിജയിപ്പിക്കുന്നതും സംഗീതം അറിയാവുന്നവരല്ല. ഇതിന്റെ റിപ്ലൈ ആണോ? അല്ല അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഇത്തിരി പാട്ട് അറിയാവുന്ന കുട്ടിയെ കൊണ്ട് ഒട്ടും പാടാൻ അറിയാത്തവർ നിർബന്ധിച്ച് പാടിക്കുന്നു എന്ന് കരുതിയാലും മതി. ചിത്ര ചേച്ചി പോലും പിന്നെ അതുപോലെ സന്ധ്യ വിനോദ്. ചിത്ര ചേച്ചി പോലും ഇങ്ങനെ ആരോടും പറഞ്ഞു കാണില്ല. സോമന്റെ ബന്ധുവാണെന്ന് തോന്നുന്നു. സരിത പറഞ്ഞത് പിടിച്ചില്ല, അതാ കാര്യം. അതായത് സോമനെ അഭിനയിക്കാൻ അറിയില്ല എന്നല്ലാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അന്ന് അത് പറഞ്ഞു വന്ന കാര്യം മുഴുവനാക്കാൻ പറ്റിയില്ല. അന്ന് ചേട്ടൻ ഇത്തിരി ഓഫ് മൂഡിലായിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയണൊന്നും ചേട്ടൻ ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല, എൻ്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞു നിൽക്കണുണ്ടായിരുന്നില്ല. ചേട്ടൻ പാചകത്തിൽ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം എനിക്ക് പറഞ്ഞു വന്ന് മുഴുവനാക്കാനും പറ്റിയില്ല. സോമന്റെ പാട്ട് സീനുകളില് അങ്ങ് പാടാണെന്ന് തോന്നില്ല ആളുടെ മുഖം കാണുമ്പോൾ. നല്ല പാട്ട്, നല്ല രസമുള്ള പാട്ടായിരിക്കും ഇത് കേൾക്കാനായിട്ടേ. എന്നിട്ട് അതിന്റെ രംഗം, ആ പാട്ടിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. ഇത്രയും നല്ല പാട്ട്, അതൊന്നും ഇങ്ങനെ എന്താ പറയാ, പാട്ടും ആളൊരു ബന്ധമില്ലാത്ത പോലെയാണ്. അവള് ചിലവർ കംഫർട്ടബിൾ ആയിരിക്കില്ല പാട്ട് സീൻ അഭിനയിക്കാൻ, അതായിരിക്കും. അത് ഒരാൾക്ക് അഭിനയിക്കാൻ അറിയാവുന്ന ആൾ എക്സലന്റ് ആക്ടർ തന്നെയാണ്.
നസീർ എന്ന് പറയുമ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു, സോമൻ അടിപൊളിയാണ്, നസീറാണ് അഭിനയിക്കാൻ മോശം എന്ന് പറഞ്ഞിട്ട്. അയ്യോ, നസീറിന്റെ അഭിനയം നമുക്ക് വിടാം, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ആളുടെ പാട്ട് രംഗങ്ങൾ നമ്മൾ യേശുദാസാണ് അത് പാടിയേക്കണേന്ന് പോലും നമ്മൾ മറന്നു പോയില്ലേ. ആളുടെ പാട്ട് സീൻ കാണുമ്പോൾ എന്ത് രസമായിട്ടാണ് അതിന്റെ ലിപ്സ് മൂവ്മെന്റ് ഒക്കെ ആ പാട്ടിന്റെ സമയത്ത് എന്ത് രസമായിട്ട് പാട്ട് സീൻ അഭിനയിക്കുക. അയ്യോ, ഭയങ്കര രസാള് ചെയ്യണത്. അത് നമ്മള് ചില പാട്ടുകൾ നമ്മൾ കുറ്റം പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലേ. കാരണം നമ്മൾ മോഹൻലാല് നന്നായി പാടി അഭിനയിക്കുന്നതാണ് സിനിമയില്. പക്ഷെ നമ്മൾ ആ പ്രമദവൻ എന്ന് പറഞ്ഞ പാട്ട് ശ്രദ്ധിച്ചറിയാം, ഒന്നിനും കൊള്ളില്ല. മോഹൻലാൽ ഇപ്പം പാടി അഭിനയിച്ചത്. മോഹൻലാലിന്റെ ആളുകൾ നമ്മളോട് ദേഷ്യപ്പെട്ടാലും കാര്യമില്ല കേട്ടാ. രണ്ടുപേരുടെ പാട്ട് മത്സരം, ഗാന്ധാരം, മറ്റേ സാധനം അത് അതെന്ത് രസമായിട്ട് പ്രമദവൻ എന്ന് പറഞ്ഞ പാട്ട് ശ്രദ്ധിച്ചറിയാം. പ്രമദവനം പക്ഷെ മോഹൻലാൽ നന്നായി പാടിയിട്ടില്ല. ആ പാട്ടിലെ ഭാഗല്ലേ, ആ ഭാഗത്തുമ്പോ മോഹൻലാലിന്റെ മുഖത്ത് ഒരു വികാരവും ഇല്ല. അതെത്തുമ്പോ നമ്മുടെ നെറ്റൊക്കെ ചുളിഞ്ഞിങ്ങനെ പോലോ, അത്ര ഹൈപ്പിച്ചല്ലേ പോണേ. പക്ഷെ മോഹൻലാലിന്റെ മുഖത്ത് ഞാൻ ഒരു ഭാവം വന്നിട്ടില്ല. എന്താണ് ഇത്ര നല്ല പാട്ട് അങ്ങനെ അഭിനയിച്ച്? ചിലപ്പോൾ ആ സമയത്ത് മൂടാവാം, തേലാവാം, അങ്ങനെ. അപ്പോൾ സോമന്റെ അഭിനയം മോശമെന്നല്ലാട്ടോ നമ്മൾ പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. പിന്നെ ഏതാ ഇനിയും കുറേണ്ടാ? കുറച്ച് എണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആളുകള് നിനക്ക് പിന്തുണ നൽകുന്ന ആളുകളുടെ പേരുകളൊന്ന്. അതെ, ഫിലിപ്പ് അനൂപ്, ഇവിടെ ഒരു മത്സരവും നടക്കുന്നില്ല, ഗപ്പൊന്നും കിട്ടാനൊന്നും ഇല്ല, ദിവസവും പാടണം. പിന്നെ അതുപോലെ നോയൽ സെബാസ്റ്റ്യൻ, ബ്രദർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട, സംഗീത മത്സരം ഒന്നും അല്ലല്ലോ. പിന്നെന്താണ് ലൈന ജോ, I wanted to address your comment on Sarita's singing skill. It's important to remember that everyone has the right to express themselves through singing. Not everyone is born with the same level of talent, but that doesn't mean they shouldn't sing. Criticizing someone for their singing ability isn't constructive, and everyone deserves a chance to enjoy singing without fear of judgment. Let's encourage and support each other in our pursuits instead. Keep singing, Sarita. അപ്പം അങ്ങനെ എനിക്ക് കുറേ ഇത് അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി. അടുത്തത് ബിന്ദു സുന്ദരൻ, ഹായ്, ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോ. എൻ്റെ മകൻ്റെ ഭാര്യ പറയും അമ്മയുടെ പ്രഷറിൻ്റെ ഗുളികയാണ് അജൂസ് വേൾഡ് എന്ന്. ഞാൻ വേറെ ഗുളികയൊന്നും കഴിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഗുളിക മുടക്കരുത്. എത്ര കേട്ടാലും മതിയാവാത്ത പാട്ടുകളാണ് സരിത പാടിയത്. അന്ന് അതൊക്കെ കാണുമ്പോൾ അതിൽ കുറവൊന്നും തോന്നിയിട്ടില്ല, അല്ലേ അജു? എനിക്ക് സോമൻ്റെ അഭിനയം ഇഷ്ടമാണ്. അമ്മുവിൻ്റെ ആട്ടുകുട്ടി സ്കൂളിൽ വെച്ച് കാണിച്ചു തന്ന സിനിമയാണ്. അന്നൊക്കെ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അണ്ണാറക്കണ്ണനും കിളികൾക്കും പഴം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പടല മുറിച്ചെടുത്ത് ബാക്കി വാഴയിൽ തന്നെ നിർത്തിയാൽ മതി, മനസ്സിലായ? അപ്പം ആണ് അവർക്ക് തിന്നാൻ വരാൻ സൗകര്യം. അവർക്ക് അതാവും ഇഷ്ടം. നല്ല കാര്യമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വെട്ടിയിട്ട് നിലത്ത് വെച്ചിട്ട് അവർ വന്ന് തിന്നൽ കുറവായിരിക്കും, അതവിടെ കിടന്ന് ചീഞ്ഞു പോവുള്ളൂ. പക്ഷേ വാഴ തന്നെ നിർത്താണെങ്കിൽ അവർ വന്ന് എല്ലാ കിളികളും അണ്ണാറക്കണ്ണന്മാരൊക്കെ തിന്നോളും. അപ്പം ഇനി അങ്ങനെ ചെയ്താൽ മതി. അടുത്തത് മീന സതീഷ്, എല്ലാം സ്വാംശീകരിച്ച് ഉണ്ടാക്കിയ മന്തി. പണ്ടൊക്കെ കറികളിൽ പുകമണം വന്നാൽ കാരണവന്മാർക്ക് കൊടുക്കാൻ വീട്ടമ്മമാർ പേടിക്കും. ഇന്ന് പുകമണം ഉണ്ടാക്കുന്നു. കാലം പോയ പോക്കേ. പുകമണം അടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് വഴക്കുണ്ടാവും. അന്ന് അത് അടിയെ പിടിക്കുമ്പോഴല്ലേ പുകമണം. അല്ല അല്ലേ, അടുപ്പില് വിറകിങ്ങനെ ഓലക്കൂടിയൊക്കെ ഇട്ട് കത്തിക്കുമ്പോ ചിലപ്പോ പിന്നെ പുകഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് പുകമണം അടിച്ചതിന്. നമ്മുടെ അവിടെ തന്നെ അതെ കാരണന്മാര് പ്രായര്. അടുത്തത് അജയൻ കുമാർ, ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി റൂമിൽ വരുമ്പോൾ ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ്. അടുത്ത് റെജി രാജൻ, വീഡിയോ എടുക്കുന്നുണ്ട്, അത് നാട്ടുകാർ കാണും എന്നുള്ള ഒരു വിചാരവും നിങ്ങൾക്കില്ല, അതാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയവും. അത്ര മോശമായിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യണേ? നാട്ടുകാർ കാണുമല്ലോ എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു വിചാരവും നിങ്ങൾക്കില്ല. അങ്ങനെയില്ല, പിന്നെന്തിട്ടാ? അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ല. വീഡിയോ എടുക്കുമ്പോൾ ആളുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിലാണ് ശ്രദ്ധ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യമില്ല പറയുന്നത്. അല്ല, നമ്മളൊരു വീഡിയോ എടുക്കുന്നു, ഇടുന്നു, പബ്ലിഷ് ചെയ്യുന്നു, അത് നാട്ടുകാർ കാണും. ഇത് നാട്ടുകാർ കാണുന്ന ഒരു കണ്ടന്റ് സാധനമാണ് നമ്മൾ ഈ ചെയ്യണേന്നുള്ള ഒരു വിചാരം നമുക്കില്ലാന്ന്. പക്ഷെ മറ്റേ സാധനം നോക്കിയേ, അതാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയം. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ കാണിക്കണേ. ബാക്കിയുള്ളവരെന്ന് പറയുമ്പോ വീഡിയോ എടുക്കുമ്പോ അയ്യോ ഇത് ആൾക്കാർ കാണുന്നതാണ്, ആളുകൾ എന്ത് പറയുന്ന ആലോചിച്ചിട്ട് ഒന്ന് പിടിച്ച്
നമ്മളുടെ മോശം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരാണ് മോശം സ്വഭാവമില്ലാത്തവർ, എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സിനെ മാറ്റി വെച്ച് ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നേട്ടാ. നീ പറയണതും ഞാൻ പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആള് നല്ലൊരു കാര്യമായിട്ടാണ് കാണിച്ചു കൊടുക്കണം. അല്ല അതിലെ ഇത് കണ്ട അതാണ് നിങ്ങളുടെ ചാനലിന്റെ വിജയം. നമ്മള് ട്രൂ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ചാനലിൽ ചെല്ലാണ്ട് നമ്മൾ എടുക്കുമ്പോ നാട്ടുകാർ ഇവിടെ ചുറ്റും നോക്കി നിൽക്കുന്നല്ലോ. ഇവിടെ ആരാള അവിടെ ഒരു മനുഷ്യജീവി ഇല്ലേ കാണാൻ? അതല്ലേ. എന്തായാലും റെജി രാജൻ ഇതിന് ഒരു വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കമന്റ് കാണുകയാണെങ്കിൽ, ഞങ്ങൾ വായിക്കുന്ന കാണുകയാണെങ്കിൽ ഇതിന്റെ താഴെ വന്നിട്ട് പറയും ചേട്ടൻ പറഞ്ഞതാണോ. ഞാൻ വിചാരിച്ചത് ആള് നല്ലൊരു കാര്യമായിട്ടാണ്. നല്ല കാര്യം തന്നെയാ പറയണേ. അതെ, നാച്ചുറൽ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോട്ടി മാർവലസ്. ഒരു ദിവസവും വീഡിയോ മുടക്കല്ലേ. നിങ്ങളുടെ സംസാരവും തമാശകളും ഇല്ലാത്ത ഒരു ഡേ ഇപ്പോൾ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്ക. ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ഒന്ന് റിലാക്സ് ആകുന്നത് നിങ്ങളെ കണ്ട പിന്നെ പ്രൊമോഷൻ വീഡിയോക്കാളും പൊളി പാചക വീഡിയോസ് ആണ് കേട്ടോ. ഈ ചേട്ടൻ ഉണ്ടല്ലോ ഒരു പ്രത്യേക സിദ്ധി എന്തോ ഉണ്ട്. എത്ര ടെൻഷനാണെങ്കിലും ആ സംസാരം കേട്ട് കഴിയുമ്പോൾ ആഹാ എന്താ ഒരു എന്താ ഒരു മനസ്സുഖം. കൂടെ ചേച്ചിയുടെ പാട്ടും കൂടെ ആയാൽ പിന്നെ ഒരു സദ്യ കഴിച്ച ഫീലായി. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നിങ്ങളുടെ വീഡിയോസ് എത്ര കണ്ടാലും ഒരു ബോറടി ഇല്ല. എന്താണ് അതിൻ്റെ രഹസ്യം? ഒന്നുമില്ല. അജുചേട്ടൻ്റെ പൂട്ടും തേങ്ങയും മാങ്ങയും ഒക്കെ തന്നെ അല്ലേ. അത് പറഞ്ഞപ്പോഴാ നമ്മളുടെ ടി വി കേടായിട്ട് വേണൂസിൽ പോയിട്ട് ടി വി വാങ്ങിച്ചു. ടി വി പിറ്റേ ദിവസം തന്നെ അവർ കൊണ്ടുവന്നു കേട്ടാ. പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. പിന്നെന്തിട്ടാ അല്ല, പ്രൊമോഷൻ വീഡിയോസിനേക്കാൾ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതിൽ ഒറ്റ കമന്റ് എടുത്തിട്ടില്ലല്ലോ. അതിൽ ചിലവര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ചെയ്തത് എന്തോ നമ്മൾ വലിയ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലേ. ആർക്കും മനസ്സിലായിട്ടില്ലേ പ്രൊമോഷൻ ആണെന്ന്. നിങ്ങളുടെ ടി വി കേടായ കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ വേണൂസ് പോലെ ഇത്രയും നല്ലൊരു ബ്രാൻഡിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ തന്നെ എന്താ കുഴപ്പം? നമ്മളൊരു പ്രൊമോഷൻ ചെയ്താൽ തന്നെ പിന്നെ അത് പെയ്ഡ് പ്രൊമോഷൻ ആവണം. പെയ്ഡ് പ്രൊമോഷൻ ആവുമ്പോഴാണ് നമ്മൾ അതിൽ എഴുതണ്ടേ. പക്ഷെ അത് പെയ്ഡ് അല്ല, പൈസ കൊടുത്തിട്ടില്ല ചേട്ടാ. എത്ര EMI ബജാജിന്റെ ചില്ലറ വെച്ചിട്ട് നമുക്ക് മാസം അടയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ 29,000 രൂപയ്ക്ക് നമുക്ക് ആ ടി വി കിട്ടിയിട്ടാ. നമ്മൾ 47,000 രൂപ ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് സാംസങ്ങിന്റെ ടി വി അന്ന് വാങ്ങിച്ചു വെച്ചതാണ്. 2.5 കൊല്ലത്തെപ്പോഴേക്കും നാശമായത്. പേരൊക്കെ നല്ല കമ്പനിയാണ്. പക്ഷെ ഇതിപ്പോ ഇംപെക്സ് പൊട്ടയാണെന്ന് കണ്ടും കുറെ കമന്റ്സ് കണ്ടു. നോക്കി നോക്കാം. 5 കൊല്ലത്തെ വാറണ്ടി ഉണ്ടല്ലോ. അങ്ങനെ 4 വർഷം കമ്പനി തരുന്ന വാറണ്ടി തന്നെയാണ് ഇംപെക്സിന്റെ. 1 കൊല്ലം അവരായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. നമ്മൾ കുറച്ച് പൈസയും കൂടിയും അതിൽ കൂട്ടി. അപ്പൊ ആ പൈസയും EMIയുടെ കൂടെ തന്നെ വരും. മാസം അത് ഒരു കുറച്ച് പൈസ വരും. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ടി വി വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു AC വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുകാലം വന്നപ്പോൾ മറ്റേ ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക്. പിന്നെ 2 ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫോൺ ചേട്ടൻ്റെ S24, പിന്നെ S23 അൾട്ര നമ്മുടെ. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഒക്കെ വേണൂസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനൊരു ഫോൺ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ. ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വേണേ വീഡിയോയിൽ കാണിക്കായിരുന്നു. ഇതിപ്പോ നമ്മൾ അവരെ വിളിച്ചപ്പോ ചാവക്കാട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ് മുന്നേ ഇങ്ങനെ പ്രൊമോഷൻ ആണെങ്കിൽ മുന്നേ ഇടായിരുന്നല്ലോ ഈ വീഡിയോ. ഇതേ അടുത്ത ആഴ്ച ഇങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മള് ഇട്ടത് അന്ന് തന്നെയാണ് ഇട്ടേക്കണേ. ഓഫറിന്റെ അന്ന് തന്നെ. അതിൽ കമന്റ്സും ഉണ്ട് ഇങ്ങനത്തെ ഓഫറൊക്കെ വരുമ്പോ മുന്നേ പറയണ്ടേന്ന് ചോദിച്ചിട്ട്. നമ്മള് TV കേടാകുമ്പോഴല്ലേ നമ്മള് പോവാ. മഴ. അടുത്തത് രാജി. വിനിച്ചേച്ചി പറഞ്ഞതുപോലെ ആയിരുന്നു. ഞാനും രാവിലെ തൊട്ട് രാത്രി വരെയും വീഡിയോ നോക്കുകയായിരുന്നു. അവസാനം വിഷമായി. വീഡിയോ ഇല്ലാതിരിക്കരുത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ഭയങ്കര റിലാക്സേഷൻ ആണ്. ഒരുപാട് ഇഷ്ടമാണ്. ഗോഡ് ബ്ലസ് യു. കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമാണ് അതിലൊക്കെ കേൾക്കുമ്പോൾ. അടുത്തത് ഫർസാന ഫിറോസ് ബാബു. ഫദ്വ ചിക്കൻ ഉണ്ടാക്കാൻ അല്ല, ഫദ്വ കിച്ചൻ എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് മന്തി റെസിപ്പി നോക്കാൻ. ഞാൻ ഫദ്വ കിച്ചൻ അല്ല
ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് ഒരു റെസിപ്പി. ഫദ്വ കിച്ചനാണ്, ചിക്കൻ അല്ല കേട്ടാ. ഞാൻ അങ്ങനത്തെ എന്തൊരു വീഡിയല്ലേ, ഞാൻ അതിന്റെ ചിക്കൻ റെസിപ്പിയാന്ന് വിചാരിച്ചു. ഫദ്വ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ അപ്പൊ ഞാനത് ചാനലിൽ പോയിട്ട് മന്തി റെസിപ്പി നോക്കാൻ അവരെ സൂപ്പറാണ്. അതിന്റെ ആവശ്യമില്ല നമുക്ക്. അടുത്തത് സ്നേഹ സനിൽ. നമ്മൾ അന്ന് ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു കേട്ടാ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ജഗ്ഗു ഒക്കെ നന്നായി കഴിച്ചു. അടുത്തത് സ്നേഹ സനിൽ. അജു ബ്രോ, എറണാകുളം കടവന്ത്ര ഏരിയയിൽ സാൽമൺ എന്ന് പേരുള്ള ഫിഷ് ഷോപ്പ് ഉണ്ട്, ഫേമസ് ആണ്, അവിടെ പോയി വാങ്ങിക്കൂ. കോസ്റ്റ്ലി ആണ്, ബട്ട് വൺ ടൈം ഒക്കെ വാങ്ങി നോക്കാലോ. ചേട്ടനല്ലേ പറഞ്ഞ കിട്ടാത്ത സാധനം 2200 രൂപ ആവോ. അടുത്തത് മനാഫ്. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, വിദേശത്താണ് ജോലി. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. സന്തോഷം. അടുത്തത് രഞ്ജിത്ത് മേനോൻ. ഹായ് അജു, നമസ്കാരം. ഇത് മന്തി ബിരിയാണി എന്ന് വിളിക്കാം. യൂട്യൂബിൽ കാണുന്നതെല്ലാം വെർഷൻസ് ആണ്. ഈ അടുക്കള മന്തിക്ക് റിയൽ മന്തിയുടെ രുചി കിട്ടില്ല. കുഴിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഇത്. വലിയ പാത്രത്തിൽ അരി താഴെ വെച്ച് അതിന് മുകളിൽ ഗ്രില്ലിൽ കോഴി വേവും. ആ കോഴി അതിന്റെ നെയ്യും സ്റ്റോക്കെല്ലാം ആ അരിയിൽ മിക്സ് ആയിട്ട് വേവിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോഴാണ് ആ കറക്റ്റ് അതിന്റെ രുചി കിട്ടുക. ഇത് നമ്മൾ അതുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞൊരു ബന്ധമില്ല. പക്ഷേ നമ്മളന്ന് വാങ്ങിച്ചോണൊക്കെ എത്ര ടേസ്റ്റ് ആയിരുന്നു ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത്. അത് വാങ്ങിച്ചോണെന്ന് സത്യം പറയാം, എനിക്ക് അതിന്റെ ടേസ്റ്റ് ഓർമ്മയില്ല. നമ്മള് ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് തീരും തോന്നില്ല അല്ലേ. പിന്നെ രാത്രി 10 മണി 10:30 നേരത്ത് അന്ന് സാൻഡപ്പം കൊണ്ടുവന്നതേ. ഇനി അതല്ലാണ്ടെങ്ങാനും എനിക്ക് അതിനത് കഴിക്കാൻ തോന്നുന്നു. വേണ്ട. അടുത്തത് സിമ്പിൾ കറി വേൾഡ്. അജുവേട്ടൻ്റെ ഇന്നത്തെ ഫലിതങ്ങൾ. 1 വാറ്റിയ ചോറ്. 2 ഞാൻ ഓയിൽ എടുക്കാൻ വന്നതാ. അപ്പോൾ ചേട്ടൻ പറയാണ് ഞാൻ വിചാരിച്ച ചീത്ത പറയാൻ വന്നതാണ്. 3 പോകാതിരിക്കാൻ മല്ലിയില തണ്ട് വെച്ചത് കണ്ട് ചിരിച്ച് ചത്തു. അടുത്തത് അർഷാബ് സുരേഷ്. വീടും നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹം. കാസർഗോഡ് നീലേശ്വരമാണ് ഞാൻ. അതെ, നീലേശ്വരത്തി വരുമ്പോൾ കാണാൻ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇവിടെ വരാൻ കുറേ ദൂരം വരണ്ടേ കാസർഗോഡ്. അടുത്തത് റിയാസ്. സരിത എന്തെങ്കിലും ജോലി എടുക്കുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നിന്ന് നോക്കി. എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത് വന്ന് പറയും, അങ്ങനെ തന്നെ ചെയ്യും. എന്നാലേ പുള്ളിക്കാരനൊരു സമാധാനം കിട്ടത്തുള്ളൂ. അജു അവസാനം മന്തി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ജഗ്ഗുവിന് ഇഷ്ടപ്പെട്ടോ? ജഗ്ഗു കുഴപ്പമില്ല. അജു സരിതയ്ക്ക് ഇഷ്ടപ്പെട്ടോ? സരിത എനിക്കിഷ്ടപ്പെട്ടു. ഇത് കേട്ട് നെടുവീർപ്പിട്ട അജു മനസ്സിൽ പറഞ്ഞു, അടുത്ത വീഡിയോയിൽ പറയണം മന്തി സരിതയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇത്തിരിയേ കഴിച്ചുള്ളൂ, ബാക്കി മുഴുവനും സരിതയാണ് കഴിച്ചതെന്ന്. അങ്ങനെയും ഓരോ നിരീക്ഷണങ്ങൾ. അല്ല ചേട്ടനെ എങ്ങനെ ഓരോ കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നവരെ ആളുകൾ പ്രവചിച്ചു തുടങ്ങി. ചേട്ടൻ്റെ ക്യാരക്ടർ കണ്ടിട്ടേ ഇനി ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പറയും, അങ്ങനെയൊക്കെ. അടുത്ത ടോം എൽദോ. അജു നിങ്ങൾ ശരിക്കും ഒരു ക്രൂരനായ മനുഷ്യനാണ്. ആ ചക്കപ്പഴം പിന്നീട് കഴിച്ചാൽ പോരെ? സരിത പറഞ്ഞ പോലെ കൊതിയാവുന്നു. അജു പണിയെടുക്കുന്നുണ്ടെങ്കിൽ നന്നായി പോയി. അജുവിന് കഴിക്കാൻ വേണ്ടി ചെത്തുമ്പോഴല്ലേ സരിതയ്ക്കും ജഗ്ഗുവിനും കൊടുക്കുന്നത്. ഇപ്പോൾ ചക്കപ്പഴത്തിന്റെ കാര്യത്തിൽ കണ്ടതല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്നും വീഡിയോ ഇടാത്തത് കാണുമ്പോൾ ഒരു പരിഭവം തോന്നും. കുറച്ച് എക്സ്ട്രാ വീഡിയോസ് എടുത്ത് വെക്കൂ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടാലോ. എന്തിനാ വെറുതെ ഒരു ദിവസം വരുമാനം കളയുന്നത്? കാണുന്നവർക്ക് സന്തോഷവും. ചിക്കൻ മന്തി ഈസി റെസിപ്പി. ഇനി അങ്ങനെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. എല്ലാ പ്രാവശ്യവും കാലങ്ങളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ തടസ്സങ്ങൾ വരും. നമ്മൾ കൂടുതൽ വീഡിയോ എടുത്ത് വയ്ക്കുന്നതൊക്കെ വിചാരിക്കും, പക്ഷെ എവിടെയോ എന്തൊക്കെയോ തകരാറുണ്ട്. എന്ത് ചെയ്താലും നടക്കില്ല. കുറച്ച് എക്സ്ട്രാ വീഡിയോസ് എടുത്ത് വയ്ക്കണം എന്ന് വിചാരിക്കും. ഒരു 10 വീഡിയോകളെങ്കിലും മുന്നിൽ പോകണമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക, ഒരു 10 എണ്ണമെങ്കിലും അങ്ങനെ വിചാരിക്കും. പക്ഷെ നടക്കാലം ഇപ്പോൾ ഭയങ്കര മഴയില്ലേ. ഇനിയിപ്പോൾ പോയി കാര്യം. ഇനിയിപ്പോൾ ഇടാൻ പറ്റാവുന്നു, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. വേണ്ട, മഴ പെയ്തു, നല്ല മഴയും. ഇനി 5 ദിവസം നല്ല മഴയാണ്. ഇനി 5 ദിവസം നല്ല മഴയാണ്. മഴയുടെ ഗ്യാപ്പ് നോക്കി നമ്മളെല്ലാം സെറ്റാക്കി വന്ന് വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്യും. അപ്പോൾ ഒക്കെ എടുത്തുകൊണ്ട് ഓടേണ്ടി വരും. കുടിലിരുന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ കുടിലും വെള്ളം കാറ്റടി വന്നിട്ട് കുറച്ചു നേരത്തെ കാറ്റടി ഭയങ്കര വന്നല്ലോ. അപ്പോൾ ഭയങ്കര വെള്ളമായി, ഭയങ്കരമായിട്ട് കാറ്റടി ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവാ. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞത് മരത്തിന്റെ ചില്ലകൾ ഉണങ്ങി ഇതാ നിറച്ച് കെടുക്കണം. ഇവിടെ എന്തിട്ടൊക്കെ നമ്മുടെ തലയിൽ വന്ന് വീഴാന്ന് പറയാം. നമുക്ക് എവിടെയൊന്നും കിടന്ന് നടക്കാൻ പറ്റില്ല. ചില്ലകൾ വീണിട്ടേ, മരത്തിന്റെ ചില്ലകൾ വീണിട്ട്. അത് നിർത്താലേ സരിത? ഇവിടെ കൊണ്ടു വെച്ചു.
അപ്പോൾ നിർത്താടാ. അപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.